ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റംസ് ആണ്. അതിന് അവലും പൊട്ടാറ്റോ വേവിച്ചിട്ട് ഒന്നും അല്ലെങ്കിൽ ഇതിൽ ചീകി എടുക്കുക, നന്നായിട്ട് ചീകി എടുക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടൊന്ന് നന്നായിട്ട് അമർത്തി ഇതങ്ങനെ ഉടച്ച് വയ്ക്കുക. ഇതൊക്കെ കൊണ്ട് നന്നായി ഇങ്ങനെ ഒന്ന് ഉടച്ച് വയ്ക്കുക. നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് വലിയൊരു പൊട്ടാറ്റോ ഒന്നേ ഉള്ളൂ, അതിന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊരു കപ്പ് അവിൽ എടുത്ത് നല്ലോണം കഴുകി മണ്ണും കല്ലൊക്കെ കളഞ്ഞിട്ട് അതിനെ അതിലിട്ടിട്ട് ഒരു ഒരു 10 മിനിറ്റ് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായി കുതിർത്തി വെച്ചിട്ടുണ്ട്. നന്നായി കുതിരണം. അവിൽ നന്നായിട്ട് ഒരു മാവ് മാതിരി ആകും. ഇതിനിപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇടണമെന്ന് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇനി ഞാനിത് പൊട്ടാറ്റോ വേവിച്ച് ഉടച്ചതാണ്, ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, ഒരു 1/4 സ്പൂണ് ജീരകം, 1/4 സ്പൂണ് പെരുംജീരകം അതിടാം. അതിൻ്റെ കൂടെ കൊത്തമല്ലി, നല്ല പൊടിയായിട്ട് അരിഞ്ഞ കൊത്തമല്ലി അങ്ങനെ ഇടാം. ഞാനത് പച്ചമുളക്, ഉള്ളി ഒന്നും ഇടുന്നില്ല. അതിൻ്റെ കൂടെ മുളക് ചതച്ചതാണ്, വറമുളക് ചതച്ചെടുത്തതാണ്. ഇത് ചതച്ചെടുത്താൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും. ഇതിൻ്റെ അവിടെ ചുവപ്പും ഇതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് എരിവ് ഇടുന്നുണ്ട്, കുറച്ചിട്ടാൽ മതി. അതിൻ്റെ കൂടെ ഒരു മണത്തിന് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പ് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്, ഒക്കെ വെള്ളയല്ലേ, മഞ്ഞ കളറിന് വേണ്ടിയിട്ട് അതങ്ങനെ കുറച്ചിടുക. ഇത് നന്നായിട്ട് കുഴയ്ക്കാം. അതിൻ്റെ കൂടെ ഈ കപ്പിലെടുത്ത് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ആകുന്ന വരയ്ക്ക് ഉള്ള ഒരു പച്ചരി പൊടിയാണ്. വറുത്ത പൊടിയായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുമാതിരി കുഴച്ചെടുക്കുക. നന്നായി കുഴക്കുക. കുറച്ച് അരിപ്പൊടി ഇടാം. നന്നായി കുഴച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി, അതൊക്കെ നല്ലൊരു മണം ഉണ്ടാകും. പിന്നെ ഉരുളക്കിഴങ്ങായ കാരണം ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ നല്ലതാണ്. ഞാൻ വറുത്ത് വെച്ചതാണ്. പൊടിയായി അരിഞ്ഞിട്ട് ഒരു 3 എണ്ണം ഉണ്ട്, ഞാൻ വറുത്ത് വെച്ചതാണ്. അങ്ങനെ അതോടെ നല്ലൊരു മണം ഉണ്ടാകും. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെളുത്തുള്ളിയുടെ, വറമുളക്, മല്ലിയില ഒക്കെ ആയിട്ട് നല്ലൊരു മണം ഉണ്ടാകും. നന്നായിട്ടുണ്ടാകും കഴിക്കാൻ. അത് ഇങ്ങനെ നന്നായിട്ട് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. നന്നായി ഉരുട്ടിയിട്ട് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇങ്ങനെ ചപ്പാത്തി മാവുമാതിരി നന്നായി കുഴച്ചിട്ടുണ്ട്. അതങ്ങനെ ഇരിക്കണം. ഉരുളക്കിഴങ്ങ് വേകാണ്ട് ഉടഞ്ഞിട്ടില്ല വെച്ചാൽ അത് പൊട്ടിപ്പോകും. ഇത് 3 ആക്കിയിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വയ്ക്കുക. 3 4 ഒക്കെ നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കേണ്ടതാണ്. ഇതെങ്ങനെ ഉരുട്ടണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക,
അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയണ ഒരു പ്ലേറ്റ് ഉണ്ടാകും, തട്ടുണ്ടാകും. അതങ്ങനെ പലക അതെടുക്കുക. അതെടുത്ത ശേഷം നമുക്ക് ഇതങ്ങനെ കയ്യിൽ കുറച്ച് എണ്ണ തേക്കും. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇത് നന്നായിട്ട് ഇതങ്ങനെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കാം. അങ്ങനെ നമ്മൾ പ്ലേറ്റിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇതങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ ആക്കുക. നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയ ശേഷം പതുക്കെ അങ്ങനെ ഇതങ്ങനെ ഉരുട്ടി നല്ല നീളത്തിലാക്കുക. ഒരുപാട് നൈസാക്കണ്ട, ഒരുപാട് ഇങ്ങനെ ആക്കണ്ട. പൊട്ടിയ കുഴപ്പമില്ല, നമുക്ക് മുറിച്ചെടുക്കേണ്ടതാണ്. അത് പൊട്ടറ്റോ ഒക്കെ ആയ കാരണം അതങ്ങനെ വരും. ഇതങ്ങനെ നമുക്ക് ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ ഇത്തിരി കൂടെ ആക്കിയ ശേഷം നമുക്ക് അങ്ങനെ പതുക്കെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അത് നീളത്തിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പതുക്കെ ആക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അങ്ങനെ ആക്കാം. ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പതുക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ അരിവൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഈ അരിവ് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ആക്കി ഇതങ്ങനെ എല്ലാം അങ്ങനെ ആക്കുക. ഇതൊക്കെ ഉള്ള കാരണം ഒന്ന് പൊട്ടിപ്പോകും, അതൊന്നും കുഴപ്പമില്ല. അത് ഞാനിതൊക്കെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ അങ്ങനെയൊക്കെ ഉരുട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചാക്കിയിട്ടുണ്ട്. ചൂടായി നമുക്ക് ഇതിലേക്ക് ഇടാം. അത് എങ്ങനെ പോയാലും കുഴപ്പമില്ല. അത് ഒന്ന് പരത്തിയിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാം. വലുതാക്കിയിട്ട് നമുക്ക് പരത്താൻ കിട്ടുന്നില്ല വെച്ച് അങ്ങനെ കുട്ടി ആക്കിയിട്ട് ഇതെങ്ങനെ ആക്കി അമർത്തി വിട്ടിട്ട് ഇതങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ കറക്റ്റാകും. എണ്ണ ചൂടായി. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കും. വലിയവർക്കും കഴിക്കണം. അവല് കുതിർത്തണം, അങ്ങനത്തെ പണി മാത്രമേ ഉള്ളൂ. എണ്ണ ചൂടായിട്ട് ഉണ്ടാക്കാനും ഇതുണ്ടോ, കുറച്ച് എടുത്താൽ നമുക്ക് ഇങ്ങനെ അമർത്തി. എണ്ണ ചൂടായിട്ടുണ്ട്, നന്നായി ചൂടായിട്ട്, ഒരുപാട് നന്നായി ചൂടാകണ്ട. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതൊക്കെ ഇടാം. ഇതിന്റെ കൂടെ സോസൊക്കെ കൂട്ടി ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായാൽ കരിഞ്ഞു പോവും. അതൊക്കെ പതുക്കെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ നല്ല താത്തി വെക്കണം. ഇതങ്ങനെ ഷേപ്പായത് താത്തി വെക്കുന്ന ഷേപ്പ് ഗ്യാസ് ഒന്ന് താത്തി വെക്കുക. ചപ്പാത്തി മാതിരി പരത്തിയിട്ട് ഇട്ടെന്ന് നമുക്ക് ഇളക്കാൻ പാടില്ല. അങ്ങനെ അതൊന്ന് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് മുറുകിയ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതങ്ങനെ കുറച്ചായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചുടണമെന്ന് കാണിച്ചു തരാം. ഇനി ബാക്കി ഇതായിട്ടിടാം. ഒന്ന് താത്തി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളൊക്കെ ഒന്ന് കറക്റ്റായി മുറുകേണ്ട ആവലും പൊട്ടറ്റോ ഒക്കെ എല്ലാം ഒന്നും വേകേണ്ട ആവശ്യമില്ല. അതൊന്ന് നന്നായി ആവട്ടെ. പതുക്കെ ഒന്ന് വെച്ചിട്ട് നോക്കാം. ആവണം. ഒന്നുകൂടെ ആവണമായിട്ട് നമുക്ക് മറിച്ചിടാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വെളിയില് ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളില് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഇത് കുട്ടികളൊക്കെ നന്നായി കഴിക്കും, വലിയവരും കഴിക്കും. ഒരു 4 മണിക്കൊക്കെ ചായ കാപ്പിയൊക്കെ വെച്ചിട്ട് കഴിക്കുക, സോസ് കൂട്ടിയിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഡിസൈനൊക്കെ അങ്ങനെ കാണുമ്പോൾ നന്നായി കഴിക്കും. നന്നായിട്ട് നോക്കാം. ഞാനൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി എടുക്കാം.
നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. വേഗം ഒന്നും ചെയ്യാൻ പറ്റില്ല. സമാധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേഗമൊക്കെ ചെയ്താൽ അത് പൊട്ടിപ്പോവും, കരിഞ്ഞു പോകും. നമ്മൾ പപ്പടമൊക്കെ കാച്ചുമാതിരിയൊന്നും വേഗം ആകില്ല. ഇതൊന്നായിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതങ്ങനെ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ആവണം. സമാധാനത്തിൽ ഞാൻ ചെയ്യാണ്. മഴ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. ഒന്നാവട്ടെ, കളറ് മാറിയിട്ട് എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ക്രിസ്പി ആയിട്ടുണ്ടാകും, നല്ല കാണാനും ചന്തമുണ്ട്. നമുക്ക് ഇതെങ്ങനെ ഇട്ടതൊന്ന് ഇട്ടിട്ട് നോക്കാം. ഇതെങ്ങനെ ആക്കിയതാണ്. ഒന്ന് പരത്തിയിട്ട്, ഒരുപാട് നന്നായി പരത്തണ്ട, ഒന്ന് പരത്തിയ ശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇടുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി ഇത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഞാൻ കാണിച്ചു. ഇത് നമ്മുടെ അവലും പൊട്ടറ്റോ കൊണ്ടുള്ളത് അങ്ങനെ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുകാരുടെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. മേലെ ക്രിസ്പി ആയിട്ടുണ്ടാകും. ഇതാ മേലെ ക്രിസ്പി ആയിട്ടുണ്ടാകും, എണ്ണയൊന്നും കുടിക്കില്ല, അങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാകും. നമുക്ക് ഇതൊന്ന് സോസിൽ മുക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണല്ലേ. നമുക്ക് സോസ് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല ചായയുടെ കൂടെയും ഇതൊക്കെ കഴിക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.